എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. വി.കെ. കൃഷ്ണകുമാറിന്റെ ഭാഗ്യം വിൽക്കുന്നവർ എന്ന പുസ്തകത്തിലെ ഭാഗ്യം വിൽക്കുന്നവർ എന്ന കഥയുടെ 2ാം ഭാഗമാണ് ഞാനിപ്പോൾ വായിക്കാൻ പോകുന്നത്. 1ാം ഭാഗം കേട്ടിരുന്നു, ആരെങ്കിലും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അത് കേൾക്കുക. കേട്ടതിന് ശേഷം 2ാം ഭാഗം കേൾക്കോ? അപ്പൊ വായിക്കാം അല്ലേ? ആദ്യത്തെ ഭാഗത്തിന്റെ അവസാന ഭാഗം, കഥയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഒരു ലോട്ടറി വിൽപ്പനക്കാരനായ ബഷീർ, കാലിന് സുഖമില്ലാത്ത ആളാണ്. അദ്ദേഹത്തിന്റെ പൈസയും ടിക്കറ്റും ഒരാൾ എടുത്തുകൊണ്ട് ഓടുകയാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ബാലൻ വന്നിട്ട് അദ്ദേഹത്തെ ഫുഡ് കഴിക്കാനും ആഹാരം കഴിക്കാനും ക്ഷണിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ വിഷമസ്ഥിതി കണ്ടിട്ട് തന്റെ തോൾസഞ്ചിയിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് ബഷീറിന് നൽകുകയാണ്. അപ്പോൾ ബഷീറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ബാലൻ കാണുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടർന്ന് വായിക്കാം. ഇനി എന്താ ഉണ്ടായതെന്ന്. എത്ര രൂപ ഉണ്ടെന്ന് അറിയണ്ടേ? ബാലന് എത്ര രൂപ കൊടുത്തതെന്ന് അറിയണ്ടേ? അപ്പൊ കേട്ടോ. ഒരു 150 ഉണ്ടാകും, തൽക്കാലം ആയല്ലോ. അയ്യോ വേണ്ട, നിങ്ങളുടെ കാര്യവും നടക്കണ്ടേ? എന്നെ സഹായിക്കാൻ പുറപ്പെട്ടാല് നിങ്ങളുടെ പണം കൂടെ. അത് നോക്കണ്ടേക്കാ, നമ്മളൊക്കെ ഒരേ തോണിയിലെ യാത്രക്കാരല്ലേ. അന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് അങ്ങോട്ടേക്ക് കയറി വന്ന വിൻസെന്റ് ആണ്. ഇതാ പിടി, ഒരു 100 രൂപ എന്റെ വകയിരിക്കട്ടെ. ബഷീറിന്റെ കണ്ണുകൾ വീണ്ടും നിറയുന്നത് കണ്ടപ്പോൾ ആ കഥകൾ കേട്ടിരുന്ന നായരു ചേട്ടൻ പറഞ്ഞു, ആ കവലയിൽ കൂടി നിന്ന ആൾക്കാർ കാഴ്ച കണ്ടു നിന്നതല്ലാതെ ഒരാളും നിങ്ങളെ സഹായിക്കാൻ വന്നില്ലല്ലോ. ഉള്ളവനല്ല, ഇല്ലാത്തവരാണ് പരസ്പരം സഹായിക്കാൻ മനസ്സ് കാണിക്കാറുള്ളത്. അതും പറഞ്ഞുകൊണ്ട് നായർ അകത്തു നിന്നും ഒരു പൊതി കൂടി എടുത്തുകൊണ്ടുവന്നു. രാവിലത്തെ ഇഡ്ഡലിയാ, പിന്നെ കുറച്ച് കറിയും 2 ബോണ്ടയും. ഇനി ഇതിവിടെ ഇരുന്നാൽ വെറുതെ കളയേണ്ടി വരും. കൊണ്ടുപോയി മക്കൾക്കും കെട്ടിയോൾക്കും കൊടുക്ക്. കൈ കൂപ്പി നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ വേച്ചു നടന്നു പോകുന്നത് അവർ നോക്കി നിന്നു. 1-2 ദിവസം കഴിഞ്ഞു. ഒരു വൈകുന്നേരം നല്ല മഴ, കൂടെ ഇടിയും മിന്നലും. അന്നത്തെ പരിപാടികൾ പെട്ടെന്ന് നിർത്തിവെച്ച് ബാലനും വിൻസെന്റും നായരുടെ ചായക്കടയിൽ അഭയം തേടി. മഴ ഒന്ന് തോർന്നാലല്ലേ പോകാൻ പറ്റുള്ളൂ. വിൻസെന്റ് ആണ് തുടങ്ങിയത്. ഈ മഴയത്ത് ഒലിച്ചു പോകണ വെള്ളം കണക്കാ നമ്മുടെ ജീവിതം. ആവശ്യത്തിന് വെള്ളം കുടിക്കാനും പറ്റില്ല, എവിടെയെങ്കിലും ഒരു കര പറ്റാനും പറ്റില്ല. താൻ എന്താടോ വലിയ തത്വചിന്തയൊക്കെ പറയുന്നത്? മഴ കണ്ടപ്പോ വല്ല കവിതയും തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്നത് നമ്മുടെ കാര്യം തന്നെയല്ലേ ബാലേട്ടാ. ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചോളൂ. എത്ര കാലമായി ഇങ്ങനെ. അതിനിപ്പോ എന്ത് ചെയ്യാനാടോ? ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. നമുക്കൊരു കര പറ്റാനുള്ള വഴി ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ബാലേട്ടൻ കൂടി മനസ്സ് വെച്ച നമുക്കെല്ലാം രക്ഷപ്പെടാം. എന്താ തന്റെ മനസ്സില്? കേൾക്കട്ടെ. ബാലേട്ടന്റെ ശാസ്ത്രത്തിൽ വിശ്വാസമുള്ള കുറച്ചു പേരെങ്കിലും ഇടയ്ക്ക് കൈനോക്കാനോ സമയം നോക്കാനോ വരുമല്ലോ. അവരോട് ഇനി നല്ല കാലം വരാൻ പോകുന്നു എന്നും ആദ്യം കാണുന്ന പിച്ചക്കാരന് എന്തെങ്കിലും കൊടുത്ത് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ലോട്ടറി അടിക്കും എന്നങ്ങ് പറയണം. അപ്പോൾ അവർ എനിക്ക് എന്തെങ്കിലും തരും. ആ പാവം ബഷീറിന്റെ കുറച്ച് ടിക്കറ്റും ചെലവാകും. അയാൾക്ക് അതുകൊണ്ട് വീട് കഴിയുമല്ലോ. അപ്പോ തനിക്കും കളക്ഷൻ ആവുമല്ലോ. അതെ, ബാലേട്ടനും കിട്ടുമല്ലോ. വാഴ നനയുമ്പോ കൂടെ നിൽക്കുന്ന ചീരയും പടവലവും ഒക്കെ വെള്ളം കുടിക്കട്ടെ ബാലേട്ട. പക്ഷെ ആർക്കും ലോട്ടറി അടിച്ചില്ലെങ്കിൽ അവർ ആ വാഴ കടയോടെ വെട്ടിക്കളയും. അപ്പോഴോ? അഥവാ അടിച്ചാലോ? ബാലേട്ട ഫേമസ് ആയില്ലേ. അങ്ങനെയുള്ള ആൾക്കാരെ എന്തോ വിളിക്കുമല്ലോ. ആ, ത്രികാലജ്ഞാനി. എടാ, അതൊക്കെ ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. തട്ടിപ്പ് നടത്താനൊന്നും എന്നെ കൊണ്ട് വയ്യ. ജീവിക്കാൻ വേറെ വഴിയില്ലാതായപ്പോ ഈ പണി ചെയ്യുന്നതന്നെ ഉള്ളൂ. അതിന് തട്ടിപ്പൊന്നും ചെയ്യണ്ട. ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാതെ തെണ്ടിപ്പോയ ഒരുത്തിന് വല്ലത് കൊടുക്കാൻ പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയല്ലേ. നിങ്ങളുടെ വേദത്തിലും ഞങ്ങളുടെ ബൈബിളിലും അതൊക്കെ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ അവർക്ക് ലോട്ടറി കിട്ടുമെന്ന് പറയുന്നത്. കിട്ടുമെന്ന് പറയണ്ട, നല്ല കാലം വരും, ഭാഗ്യം പടികയറി വരും, സമ്പത്ത് കൈവരും, കഷ്ടപ്പാടൊക്കെ തീരും എന്നും മറ്റു പറഞ്ഞാ മതിന്നേ. അങ്ങനെ ഒരു ഭാവി പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ചേട്ടാ നമ്മൾ ഈ നാട്ടുകാരൊക്കെ ജീവിക്കുന്നത്.
പിന്നെ ചേട്ടൻ അതുവഴി ഒരു സൽപ്രവൃത്തി ചെയ്യുന്നു. എന്റെ വീട്ടിലും ആയിക്കയുടെ വീട്ടിലും അരി മേടിക്കാനുള്ള കാശ് തരപ്പെടുത്തുന്നു. അങ്ങനെ വിചാരിച്ചാ മതി. രാത്രി ഉറക്കം വരാതെ കിടക്കുമ്പോൾ വിൻസെന്റ് പറഞ്ഞ കാര്യം മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഛേ, അതൊന്നും ശരിയല്ല. ലക്ഷണശാസ്ത്രവും കൈരേഖ ശാസ്ത്രവും അല്പം പഠിച്ചിട്ടുണ്ട്. പിന്നെ നക്ഷത്രഫലം കുറച്ചൊക്കെ പറയാനും അറിയാം. വീട് വയ്ക്കുവാനുള്ള സ്ഥാനം, കിണറിന്റെ സ്ഥാനം, ഇതൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് കുറച്ചൊക്കെ മനപാഠം ആക്കി വെച്ചിട്ടുണ്ടെന്നല്ലാതെ വലിയ ജ്യോത്സ്യന്മാരെ പോലെ എല്ലാ കാര്യങ്ങളും പ്രവചിക്കാനോ പ്രതിവിധി നിർദ്ദേശിക്കാനോ ഒന്നും ഉള്ള പഠിപ്പില്ല. വെറുതെ പുലിവാല് പിടിക്കണ്ട എന്ന് മനസ്സിലൊരു തീരുമാനമായപ്പോഴാണ് ഒന്ന് ഉറങ്ങാൻ പറ്റിയത്. ഇടയ്ക്ക് 2 ദിവസം ആ ലോട്ടറിക്കാരൻ ഇക്കയെ കവലയിൽ കണ്ടില്ല. അന്ന് വൈകിട്ട് വിൻസെന്റ് അന്വേഷിച്ചു പോയി. പിറ്റേന്ന് രാവിലെ കണ്ടപ്പോ പറഞ്ഞു, ബഷീറിന്റെ മകൾക്ക് സുഖമില്ലാതെ ആശുപത്രിയില. കണ്ണ് കാണാത്ത അതിന്റെ ഉമ്മാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ആശുപത്രിയിൽ കൂട്ടിരിക്കുക. അന്ന് വീണ്ടും വിൻസെന്റിന്റെ ആശയം മനസ്സിലേക്ക് കയറി വന്നു. ആ പാവം ബഷീർ എങ്ങനെ കഴിയുന്നാവോ? ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ 3 കുടുംബങ്ങളുടെ ജീവിതങ്ങൾ ഒരു നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യമായിരുന്നു മനസ്സിൽ തെളിഞ്ഞത്. പിറ്റേന്ന് അച്ഛനെയും അമ്മയെയും ആശുപത്രിയിൽ കൊണ്ട് കാണിക്കേണ്ടി വന്ന കാരണം ബാലൻ കുറെ വൈകിയാണ് ആൽത്തറയിലേക്ക് എത്തിയത്. സ്ഥിരം സ്ഥലത്ത് 2-3 ചെറുപ്പക്കാർ. അവരിൽ ഒരുത്തൻ മലർന്നു കിടന്ന് എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്. അടുത്ത് ചെന്നപ്പോ അവൻ എഴുന്നേറ്റു. അപ്പുറത്തെ കടയുടെ സമീപത്ത് ചാരി വെച്ചിരുന്ന ബോർഡ് എടുത്ത് ആൽത്തറയുടെ മുകളിൽ കയറ്റി വെച്ചു. അവർ അത് വായിച്ച് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എടാ അരുണേ, നീ ഇനി ഇയാളെ കൊണ്ടൊന്ന് കൈ നോക്കിച്ചു. വല്ല ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നറിയാലോ. അല്ലാതെ നിന്റെ അച്ഛൻ പണം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ പരിപാടികൾ മൊത്തം ആ രണ്ടാനമ്മ പൊളിക്കും മോനെ. രഞ്ജിനി അവളുടെ പാട് നോക്കി പോവുകയും ചെയ്യും. അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നതിനിടയിൽ ബോർഡിന് മുമ്പിൽ ഇരിപ്പുറപ്പിച്ചു. പഞ്ചാംഗം, മറ്റു പുസ്തകങ്ങൾ എന്നിവ അടുക്കി വെച്ചു. ജോത്സ്രിയേട്ടാ, ഇവന്റെ ഭാവി ഒന്ന് പ്രവചിക്കാമോ? വല്ല മാർഗമുണ്ടോ ഒന്ന് രക്ഷപ്പെടാൻ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വഴിവക്കിൽ തുണിയും വിരിച്ചിരിക്കുന്ന ഇവരാണോ ഭാവി പ്രവചിക്കുന്നത്? ഒന്ന് പോടാ. അരുൺ, നീ ഒരു കൈ നോക്ക്. തട്ടിപ്പാണെന്ന് കണ്ട കാശൊന്നും കൊടുക്കണ്ട. അതെ, ഒരു കൈ നോക്കടാ, ചെല്ല്. അവരുടെ നിർബന്ധം കാരണം അവൻ ബാലന്റെ മുമ്പിലേക്ക് ചെന്നു. അവരുടെ വർത്തമാനം ശ്രദ്ധിച്ചിരുന്ന ബാലൻ ആമുഖമായി പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. ഇതൊരു ശാസ്ത്രമാണ്, എനിക്ക് ജീവിക്കാനുള്ള ഒരു വഴിയുമാണ്. പക്ഷേ ഞാൻ പഠിച്ച അറിവുകൊണ്ട് എനിക്കറിയാവുന്നത് പോലെ ഇയാളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന ഒരു ഏകദേശ രൂപം മാത്രം പറയാം. കാര്യങ്ങൾ ശരിയായി വന്നാൽ മാത്രമേ ഞാൻ ഇയാൾക്ക് ദക്ഷിണ തരൂ. ശരി, ഒരു 1 രൂപ നാണയം ഉണ്ടോ കയ്യിൽ? ഉണ്ട്. എന്തിനാ? അതിവിടെ ഈ ഭഗവാന്റെ പടത്തിന് മുമ്പിൽ വെക്കൂ. എന്നിട്ട് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. എനിക്കും കൂടി വേണ്ടി ചേട്ടൻ തന്നെ പ്രാർത്ഥിച്ചാ മതി. അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ബാലന് മനസ്സിൽ ഒരു വാശി പോലെ തോന്നി. കണ്ണടച്ച് മനസ്സിൽ കുടുംബ പരദൈവങ്ങളെയും ഗുരുകാരണവന്മാരെയും അച്ഛനെയും ധ്യാനിച്ചു. മനസ്സുകൊണ്ട് അവരെ നമസ്കരിച്ചു. ഇന്നുവരെ തോന്നാത്ത ഒരു വെളിച്ചം തന്നിൽ നിറയുന്നതായി ബാലന് തോന്നി. ആദ്യം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് വലിയ താല്പര്യം തോന്നിയില്ല എങ്കിലും പോകെ പോകെ അവരുടെ മുഖങ്ങളിലെ ആകാംക്ഷ ബാലന് തിരിച്ചറിയാൻ കഴിഞ്ഞു. അരുണിന്റെ മുഖത്തെ ഭാവങ്ങൾ മാറുന്നത് മനസ്സിലാക്കിയ ബാലൻ അവനോട് പറഞ്ഞു, അച്ഛന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം നടപ്പിലാവുന്നില്ല അല്ലേ? അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ അതുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞാലോ എന്ന പേടിയാണ് അദ്ദേഹത്തിന്. പക്ഷേ എന്താ പക്ഷേ? അല്ലാതെ തന്നെ അരുണിന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം വന്നു ചേരാനുള്ള വഴി കാണുന്നുണ്ട്. ഏ, അതെങ്ങനെ? ഇപ്പോൾ അരുണിനും മറ്റുള്ളവർക്കും ആകാംക്ഷ അടക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ വേണമെങ്കിലും ആവാം. വല്ലവരും കൂടെ പണവുമായി വരാം, കളഞ്ഞു കിട്ടാം, അല്ലെങ്കിൽ ലോട്ടറി അടിക്കാം. അങ്ങനെ എന്തൊക്കെ സാധ്യതകൾ! അവർ പരസ്പരം നോക്കി. ബാലൻ അവന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ കണ്ണിൽ ഒരു അനുസരണ ഭാവം നിഴലിക്കുന്നത് തിരിച്ചറിഞ്ഞ ബാലന്റെ ബുദ്ധി വേഗം പ്രവർത്തിച്ചു. അരുൺ, ആരെങ്കിലും മനസ്സറിഞ്ഞ് സഹായിക്കുക. ഒരു പാവപ്പെട്ടവനെ, അല്ലെങ്കിൽ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരാളെ.
അത് കാണുന്ന ആ പ്രപഞ്ചശക്തി അരുണിന് ആഗ്രഹിക്കുന്ന കാര്യം നടത്തി തരും. അരുൺ എന്തു വേണം എന്ന ഭാവത്തിൽ ബാലനെ നോക്കി. ഒരു കാര്യം ചെയ്യൂ, അതാ ആ പള്ളിയുടെ മുമ്പിൽ അവശനായ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നത് കണ്ടില്ലേ? പോകുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഭിക്ഷയായി കൊടുക്കുക. മനസ്സിൽ സന്തോഷത്തോടെ വേണം കൊടുക്കുവാൻ. അറിഞ്ഞ് ദാനം ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ അത് ആ കവലയിൽ ഒരാൾ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. അയാൾ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ആ ടിക്കറ്റ് വിൽക്കുന്നത്. അയാളിൽ നിന്ന് ഒരു ഭാഗ്യക്കുറി ടിക്കറ്റ് വാങ്ങുക. ഗുണം സംഭവിക്കാതിരിക്കില്ല. ഇവിടെ നിന്ന് തന്നെ ലോട്ടറി വാങ്ങിക്കണമെന്നുണ്ടോ? ടൗണിലേക്ക് പോകുമ്പോ അവിടെ നിന്ന് വാങ്ങിയാലും പോരെ? എവിടെ നിന്ന് വാങ്ങിയാലും മതിയാകും. പക്ഷേ പണം ഏറ്റവും ആവശ്യമുള്ള ആൾക്ക് വേണം കിട്ടാൻ. എന്നാൽ മാത്രമേ നിങ്ങളും ഏറ്റവും ആവശ്യക്കാരനാണെന്ന് ഭഗവാന് തോന്നുകയുള്ളൂ. ഒന്നും മിണ്ടാതെ അവർ ബാലന്റെ സമീപത്തു നിന്നും പോയി. പക്ഷെ പോകുന്ന പോക്കിൽ വിൻസെന്റിന് മുമ്പിൽ വിരിച്ചിരുന്ന തുണിയിൽ ഒരു നോട്ട് നിക്ഷേപിച്ചു. ബഷീറിന്റെ അടുത്ത് അവർ ചെന്ന് നിൽക്കുന്നതും ശ്രദ്ധിച്ചു. പിള്ളേർക്ക് അല്പം വിശ്വാസം വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു ഭാഗ്യ പരീക്ഷണം. ഒരാഴ്ച കഴിഞ്ഞു. ഉച്ചയ്ക്ക് പതിവ് പോലെ നായരുടെ കടയിൽ നിന്നും ഊണ് കഴിഞ്ഞിറങ്ങുകയായിരുന്നു. ആൽത്തറയുടെ സമീപം എത്തിയപ്പോൾ 2 ബൈക്കുകളിലായി വന്നിറങ്ങിയ അരുണിനെയും കൂട്ടരെയും ബാലൻ തിരിച്ചറിഞ്ഞു. ചേട്ടാ, അന്ന് ഞങ്ങൾ ദക്ഷിണ ഒന്നും തന്നില്ലല്ലോ, ഇതാ. അയാൾ നീട്ടിയ നോട്ടുകൾ കണ്ട് ബാലൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. 1000 രൂപ. അയ്യോ മക്കളെ, ഇത്രയൊന്നും വേണ്ട. ഞാൻ അത്ര വലിയ ആളൊന്നും അല്ല. എനിക്ക് ചേട്ടൻ ശരിക്കും വലിയ ആളാ, എന്റെ രക്ഷകൻ. ബാലന് ഒന്നും മനസ്സിലായില്ല. അന്ന് കൈ നോക്കി പറഞ്ഞ പോലെ ഞാനൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു. 10 ലക്ഷം രൂപ അടിച്ചു. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഭാഗ്യം. ഞാൻ തുടങ്ങാൻ പ്ലാൻ ചെയ്ത ബിസിനസ് ഇനി റെഡിയാക്കാം, അച്ഛന്റെ പണം ഒന്നും എടുക്കാതെ. അയാൾ ബാലന്റെ കയ്യിൽ ആ രൂപ ഏൽപ്പിച്ചിട്ട് ബൈക്കിൽ കയറാൻ തുടങ്ങി. റോഡിന്റെ എതിർവശത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, ആ ഭിക്ഷക്കാരൻ എവിടെ? ബാലന്റെ കൂടെ നല്ല വസ്ത്രം ധരിച്ചു നിൽക്കുന്ന വിൻസെന്റിനെ അവർ തിരിച്ചറിഞ്ഞില്ല. എന്തിനാ? അല്ല, അയാൾക്കും എന്തെങ്കിലും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാ. ഞാൻ കൊടുത്താൽ മതിയോ? അയാൾ എവിടേക്കെങ്കിലും മാറിയതായിരിക്കും. അവർ ഒരു 50 രൂപ നോട്ട് ബാലന് നേരെ നീട്ടി. അവർ പോയി കഴിഞ്ഞപ്പോ ബാലൻ അത് വിൻസെന്റിന്റെ കയ്യിൽ കൊടുത്തു. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. ബാലേട്ടന്റെ പ്രവചനം ഫലിച്ചു അല്ലേ? തല ഉലുക്കിക്കൊണ്ട് അയാൾ കയ്യിലിരിക്കുന്ന നോട്ടുകൾ നോക്കി നിന്നു. വീണ്ടും ഒരു ദിവസം വന്ന ഭാഗ്യാന്വേഷിയായ ഒരു സ്ത്രീയോട് ബാലൻ ഇതുപോലൊരു പ്രവചനം നടത്തി. വാർത്ത പരക്കാൻ അധിക ദിവസം വേണ്ടി വന്നില്ല. ബാലൻ എന്ന അത്ഭുത പ്രവാചകനെ തേടി പിന്നെയും ആളുകൾ വരാൻ തുടങ്ങി. ചിലർക്ക് ജാതകം നോക്കണം, ചിലർക്ക് ശത്രുദോഷ പരിഹാരം വേണം, ഇനി ചിലർക്ക് വിവാഹം നടക്കണം, തറവാട്ടുവക സ്വത്ത് എന്ന് ഭാഗം വെച്ച് കിട്ടും എന്നറിയാൻ തിടുക്കം മറ്റൊരുത്തന്, കുട്ടികളില്ലാത്ത ദുഃഖം വേറൊരുത്തന്. എല്ലാവർക്കും എല്ലാം ശരിയായില്ല. എന്നാലും ബാലന് ദിവസം തോറും കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടി വന്നു. എല്ലാവരോടും ബാലൻ മറക്കാതെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന ഒരു യാചകന് നിങ്ങൾ മനസ്സറിഞ്ഞ് ദാനം ചെയ്യുക. നിങ്ങളുടെ ആ സത്പ്രവൃത്തി നിങ്ങൾക്ക് എന്നും ഗുണകരമായി തീരും. ആവശ്യത്തിന് പണം വേണ്ടവർക്ക് ബാലൻ കണ്ട ഉപാധി ആ ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായിരുന്നു. പക്ഷേ ബാലന് മനസ്സിൽ ഒരു ആധി വളരുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള പ്രവചനങ്ങളെല്ലാം വെറും ഭാഗ്യപരീക്ഷണങ്ങളായിരുന്നു. കാര്യമായി വല്ല പ്രശ്നവും കൊണ്ട് ആരെങ്കിലും വന്നാൽ അത് പരിഹരിക്കാനുള്ള വിദ്യ ഒന്നും തന്റെ പക്കലില്ല. വലിയ ജ്യോതിഷ പണ്ഡിതരോട് ചോദിക്കേണ്ട വല്ല കുഴഞ്ഞ പ്രശ്നവുമായി വല്ലവരും വന്നാൽ അന്ന് തീർന്നു തന്റെ കഥ. ഈ കാര്യം വിൻസെന്റിനോട് പറഞ്ഞപ്പോൾ അയാൾ തന്നെയാണ് ഉപദേശിച്ചത്. ബാലേട്ടന്റെ അച്ഛൻ പണ്ട് പേരുകേട്ട കണിയാനായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അച്ഛന്റെ കയ്യിൽ പഴയ ഗ്രന്ഥങ്ങളൊക്കെ കാണില്ലേ? അതൊക്കെ ഒന്ന് തുറന്നു നോക്കുന്നേ. സംശയം തോന്നുന്നത് അച്ഛനോട് ചോദിക്കണം. ഇപ്പോ ആരോഗ്യം ഭേദമുണ്ട് എന്നല്ലേ പറഞ്ഞത്? തന്റെ ജാതകത്തിൽ പറഞ്ഞ രക്ഷകന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നുപോയി ബാലൻ. അതെ, ഇവൻ തന്നെ തന്റെ രക്ഷകൻ. വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ബാലൻ ആലോചിച്ചതും അത് തന്നെയായിരുന്നു. ഒരു കപട ജ്യോതിഷിയായാൽ അധികം നിലനിൽപ്പുണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നോക്കുക തന്നെ. ഇനി മറ്റൊരു പണിക്ക് പോകേണ്ടതില്ലല്ലോ. അച്ഛന്റെ പഴയ പുസ്തകങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുണ്ടായില്ല. കുറെ സമയമെടുത്ത് വായിച്ചു മനസ്സിലാക്കാൻ. പിന്നെ തന്റെ താല്പര്യം കണ്ടിട്ടാവണം അച്ഛൻ പഴയ ഒരു പെട്ടി തുറന്ന് അതിലിരുന്ന
പിന്നി തുടങ്ങിയ കൊച്ചു നോട്ട് പുസ്തകങ്ങൾ എടുത്തു തന്നു. ഒരുപാട് കണക്ക് കൂട്ടലുകൾ, ഗ്രഹനിലയുടെ അവസ്ഥാഭേദങ്ങൾ, ജാതക പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എന്നിങ്ങനെ ഒരു സർവ വിജ്ഞാന കോശം തന്നെ. ബാലൻ അതെല്ലാം കഷ്ടപ്പെട്ട് വായിച്ചു. കുറെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ ശാസ്ത്രശാഖയെ ആഴത്തിൽ അറിയാൻ ഒരു ശ്രമം. ബാലൻ ആ ഉദ്യമത്തിൽ കുറെയൊക്കെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ. കാരണം ബാലൻ ഇപ്പോ തന്റെ ശ്രീഭദ്ര ജ്യോതിഷാലയം കവലയിലുള്ള ഒരു ഒറ്റമുറി പീടികയിലേക്ക് മാറ്റി. കസേരകളും മേശയും ഒക്കെയായി ഒരു കൊച്ചു സെറ്റപ്പ്. പണ്ട് ആഴ്ചയിൽ 2-3 പേര് കാണാൻ വന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് ദിവസം 6-7 പേര് കാണാൻ വരും. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പുതുതായി പണി കഴിപ്പിച്ച കവലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കുറച്ചുകൂടി വിശാലമായ സൗകര്യത്തിലേക്ക് ബാലൻ മാറി.